പ്രിയപ്പെട്ട കുട്ടികളെ, കേരള സംസ്കാരം പേപ്പറിൻ്റെ അടുത്ത ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, കേരള സംസ്കാരത്തിൽ, കേരള ചരിത്രത്തിൽ തുറമുഖങ്ങൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. എന്താണ് തുറമുഖങ്ങളുടെ സവിശേഷമായ സ്ഥാനം എന്ന് നോക്കിയാൽ, ഒരിടത്ത് തുറമുഖം വരുന്നതോടുകൂടി മറ്റ് രാജ്യക്കാർക്ക്, വിദേശീയർക്ക് കടൽ മാർഗേണ ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ടാവുന്നു എന്നതാണത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ പഴയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ തുറമുഖങ്ങളായിരുന്നു എന്ന് പറയാം. കേരള സംസ്കാരം ഇന്ന് ഈ ഗതിയിൽ നിലനിൽക്കുന്നതിന് കാരണവും ഈ നമ്മുടെ നാവിക പാരമ്പര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിൽ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ആ തുറമുഖങ്ങൾ വഴിയാണ് കേരളത്തിലെ വിദേശ വ്യാപാരങ്ങൾ ശക്തിപ്പെട്ടത്. കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം മുസിരിസ് ആണ്. മുസിരിസ് എന്ന് വെച്ചാൽ ഇന്നത്തെ കൊടുങ്ങല്ലൂർ. ഇന്നത്തെ കൊടുങ്ങല്ലൂർ മുസിരിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. മറ്റ് ചില തുറമുഖങ്ങളെ കുറിച്ചുകൂടി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിലൊന്ന് തിണ്ടിസ് എന്ന് പറയുന്ന തുറമുഖമാണ്. വേറൊന്ന് ബറക്കെ അല്ലെങ്കിൽ ബറേക്ക എന്ന് പറയുന്ന ഒരു തുറമുഖം. മറ്റൊന്ന് നെൽക്കിണ്ട എന്ന് പറയുന്ന മറ്റൊരു തുറമുഖം. ഇങ്ങനെ ചില തുറമുഖങ്ങളെപ്പറ്റി പ്രാചീന വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ബറേക്ക എന്ന് പറയുന്ന തുറമുഖം ഇന്നത്തെ പുറക്കാട് ആണ് എന്ന് കരുതുന്നു. പക്ഷേ ബാക്കിയുള്ളവ കൃത്യമായും ഏത് തുറമുഖത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ തുറമുഖങ്ങൾ ധാരാളമായി പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നു. ആ തുറമുഖങ്ങൾ വഴിയാണ് കേരള ചരിത്രത്തിലേക്ക്, കേരള സംസ്കാരത്തിലേക്ക് വിദേശികൾ വന്നെത്തിയത്. ആദ്യം വ്യാപാരത്തിനായി വന്നവർ വ്യാപാരത്തിനാണ് വന്നതെങ്കിൽ കൂടിയും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം മുസിരിസ് ആണ്, കൊടുങ്ങല്ലൂർ. നേരത്തെ നമ്മൾ കേരളത്തിൻ്റെ പേരിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചരിത്ര ഗവേഷകർ മുസിരിസ് ഒഴികെയുള്ള തുറമുഖങ്ങൾ കൃത്യമായും എവിടെയാണ് എന്നതിന് ഏക അഭിപ്രായമുള്ളവരല്ല. പലരും പല ഇടം ആണ് പറയുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും പ്രാചീന കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി മുസിരിസിനെ നമുക്ക് കണക്കാക്കാം. ഏതൊക്കെ ചരിത്രകാരന്മാരാണ് ഈ പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? മെഗസ്തനീസ്, ഗ്രീസുകാരനായ മെഗസ്തനീസ്, അദ്ദേഹത്തിൻ്റെ ഇൻഡിക്ക എന്ന പുസ്തകത്തിൽ, അതുപോലെ പെരിപ്ലസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന് പറയുന്ന പുസ്തകം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ കർത്താവ് ആരാണ് എന്ന് നമുക്കറിയില്ല. പെരിപ്ലസിൻ്റെ കർത്താവ് എന്ന് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് പറയാറുള്ളൂ. ആ പെരിപ്ലസിൻ്റെ കർത്താവ് അദ്ദേഹവും ഈ തുറമുഖത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിക്കാരനായ പ്ലിനി, ഈജിപ്തുകാരനായ ടോളമി, ചൈനക്കാരായ ഫാഹിയാൻ, ഹുയാൻസാങ് തുടങ്ങിയവരൊക്കെയും കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസിരിസ് ആണ്. ഇനി നാം ഓരോ തുറമുഖത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം മുസിരിസ് ആണ്. മുചെരിസ് എന്ന ഒരു പേര് ഇതിന് ഉണ്ടായിരുന്നു. മുചെരിസ് എന്ന പേര്. എന്താണ് ഈ പേര് വരാൻ കാരണം? പുരാതന കാലം മുതലേ കുരുമുളകിന് വേണ്ടിയാണ് വിദേശികൾ ഇവിടേക്ക് വന്നത്. സംസ്കൃത ഭാഷയിൽ മരിചം എന്ന വാക്കിന് കുരുമുളക് എന്നാണ് അർത്ഥം.
അങ്ങനെ ആ വാക്കിൻ്റെ ഒരു രൂപഭേദമായിട്ടായിരിക്കാം മുജരിസ് എന്ന പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു. അത് പിന്നീട് മുസിരിസ് എന്നായി മാറുകയായിരിക്കാം. പെരിയാറിൻ്റെ തീരത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറ്റു പല പേരുകളും ഈ തുറമുഖത്തിനുണ്ടായിരുന്നു. മുച്ചിറി എന്ന പേര്, മുരച്ചി പത്തനം എന്ന പേര്, മുയിരിക്കോ, മഹോദയപുരം, മഹോദയ പട്ടണം, ഈ പേരുകളിലെല്ലാം അറിയപ്പെട്ടത് മുസിരിസ് തന്നെയാണ്, കൊടുങ്ങല്ലൂർ തന്നെയാണ് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുന്നു. മുസിരിസ് റോമൻ വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെ അഗസ്റ്റസ് ദേവാലയം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ചരക്കുകൾ സംരക്ഷിക്കാൻ റോമൻ പട്ടാളക്കാർ ഇവിടെ കാവൽ നിന്നിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ റോമൻ സംസ്കാരത്തിൻ്റെ ഒരു കടന്നുവരവിന് മുസിരിസ് എന്ന് പറയുന്ന തുറമുഖം കാരണമായിട്ടുണ്ട് എന്ന് വരുന്നു. ഈ തുറമുഖത്തെപ്പറ്റി ആദ്യമായി ഒരു പരാമർശം കാണുന്നത് വാൽമീകിയുടെ രാമായണത്തിലാണ്. ചന്ദ്രഗുപ്തൻ്റെ സമകാലികനായ മെഗസ്തനീസ് തൻ്റെ ഇൻഡിക്കയിലും മുസിരിസിനെ പരിചയപ്പെടുത്തുന്നു. കേരളം കണ്ടിട്ടുള്ള ചരിത്രകാരന്മാരും വിദേശ സഞ്ചാരികളും അവരുടെ കാലഘട്ടത്തിലെ മുചരിസ് തുറമുഖത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കേരള സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ മുസിരിസ് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ജൈനമതവും ബുദ്ധമതവും യഹൂദമതവും ഇസ്ലാം മതവും എല്ലാം കേരളത്തിലെത്തുന്നത് മുസിരിസ് വഴിയാണ്. മുസിരിസ് പിന്നീട് തകർന്നു പോകുന്നു. എങ്ങനെ? 1341 സംഭവിച്ച ഒരു ചുഴലിക്കാറ്റിൽ ഈ നഗരം, മുസിരിസ് നഗരവും തുറമുഖവും തകർന്ന് തരിപ്പണമായി. പെരിപ്ലസിൽ പരാമർശിക്കുന്ന ബലിത എന്ന് പറയുന്ന മറ്റൊരു തുറമുഖത്തെപ്പറ്റി സൂചനയുണ്ട്. അത് വിഴിഞ്ഞം തുറമുഖമായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ നൗറ എന്ന് പറയുന്ന ഒരു പഴയ തുറമുഖത്തെപ്പറ്റി പലരും പറയുന്നുണ്ട്. അത് കണ്ണൂരായിരിക്കാം എന്നും കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ മുസിരിസ് എന്ന് പറയുന്ന തുറമുഖത്തിൻ്റെ പ്രത്യേകതകളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാചീന തുറമുഖം കൊല്ലം തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ പിന്നീട് കൊല്ലത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അൽബിറൂനി മുതൽ നിരവധി ചരിത്രകാരന്മാർ കൊല്ലം തുറമുഖത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അൽബിറൂനിയും ബെഞ്ചമിനും അൽക്കസ് നവിയും അബുൽ ഫിദയും മാർക്കോ പോളയും ലോകസഞ്ചാരികളെല്ലാം കൊല്ലം തുറമുഖത്ത് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, കൊല്ലം തുറമുഖത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ മാഹ്വാൻ, ചൈനീസ് സഞ്ചാരി, അദ്ദേഹം ഇവിടുത്തെ കുരുമുളകിൻ്റെ ലഭ്യതയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനമായതും കൊല്ലം തുറമുഖമാണ്. ചൈനീസ് വ്യാപാരത്തിൻ്റെ പ്രാചീന കേന്ദ്രം എന്ന നിലയ്ക്കാണ് കൊല്ലം തുറമുഖത്തിൻ്റെ സാംസ്കാരിക പ്രസക്തി എന്ന് വരുന്നു. അപ്പോൾ നാം ആദ്യം മുസിരിസ് തുറമുഖത്തെപ്പറ്റി പറഞ്ഞു, രണ്ടാമത് കൊല്ലം തുറമുഖത്തെപ്പറ്റി പറഞ്ഞു. കൊല്ലം തുറമുഖത്തെപ്പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടുന്ന സംഗതി ചൈനീസ് വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി കൊല്ലം നിലനിന്നിരുന്നു എന്നതാണ്. അടുത്തത് കോഴിക്കോട് തുറമുഖമാണ്. കോഴിക്കോട് തുറമുഖം 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ് രൂപം പ്രാപിക്കുന്നത്. ഇബ്നു ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് തുറമുഖം. മലബാറിലെ ഏറ്റവും വലിയ തുറമുഖമായി കോഴിക്കോടിനെ ബ്രിട്ടീഷുകാർ നിലനിർത്തിയിരുന്നു എന്നതും ചരിത്ര വസ്തുതയാണ്. അടുത്തത് കൊച്ചി തുറമുഖമാണ്. മുസിരിസിൻ്റെ അധപ്പതനത്തെ തുടർന്ന് ഉയർന്നു വന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. സഞ്ചാരിയായ മാഹ്വാൻ്റെ പരാമർശമാണ് കൊച്ചി തുറമുഖത്തെപ്പറ്റിയുള്ള ആദ്യത്തെ ചരിത്രരേഖ. യഥാർത്ഥത്തിൽ ഈ തുറമുഖ ചരിത്രം ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. ആധുനിക രീതിയിലുള്ള കൊച്ചി തുറമുഖത്തിൽ ആദ്യമായി പ്രവേശിച്ച കപ്പൽ ആദിക്കപ്പലായ പത്മം ആണ്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അത് RC ബ്രിസ്റ്റോ എന്ന സായിപ്പാണ്. ചൈനക്കാരും അറബികളും കൊച്ചിയുമായി വ്യാപാരം നടത്തിയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം
കൊച്ചിയാണ് എന്ന് പറയാം. ഇന്ന് നേവിയുടെ ആസ്ഥാനങ്ങളിൽ ഒന്നായി കൊച്ചി തുറമുഖം പ്രവർത്തിക്കുന്നു. ആലപ്പുഴ തുറമുഖത്തെപ്പറ്റി നോക്കിയാൽ തിരുവിതാംകൂർ സംസ്ഥാനത്തെ തുറമുഖ കാര്യാലയമായിരുന്നു ആലപ്പുഴ തുറമുഖം. AD 1862 ക്യാപ്റ്റൻ ഹഷ് ക്രാഫോർഡ് ആണ് ഇന്ന് കാണുന്ന ആലപ്പുഴ തുറമുഖത്തെ ദീപസ്തംഭം ഒരുക്കിയിരിക്കുന്നത്. 1878 കപ്പലുകൾക്ക് ചരക്ക് കയറ്റാനായി കടൽപ്പാലം ഉണ്ടാക്കിയത്. മരങ്ങൾ കൊണ്ടായിരുന്നു ആദ്യകാലത്ത് ഈ കടൽപ്പാലം നിർമ്മിച്ചിരുന്നത്. 2 പ്രാവശ്യം അത് ഒലിച്ചുപോയി. പിന്നീട് 1892 ഇരുമ്പിനാലുള്ള കടൽപ്പാലം നിർമ്മിക്കുകയും ചെയ്യുന്നു. കാസർഗോഡ് തുറമുഖത്തെപ്പറ്റി നോക്കിയാൽ ചന്ദ്രഗിരിപ്പുഴയുടെ മുഖത്താണ് ഈ തുറമുഖം. ഈ തുറമുഖത്ത് കാലാവസ്ഥാ സൂചന നൽകുന്ന കൊടിമരമുണ്ട്. 1984 നിർമ്മിച്ച ദീപസ്തംഭം സമുദ്രനിരപ്പിൽ നിന്ന് 30 മീറ്റർ ഉയരത്തിലുള്ളതും 26 നോട്ടിക്കൽ മൈലിനപ്പുറം കാണാൻ കഴിയുന്നതുമാണ്. അതാണ് കാസർഗോഡ് തുറമുഖത്തിൻ്റെ പ്രത്യേകത. അഴീക്കൽ തുറമുഖത്തിൻ്റേതാണെങ്കിൽ ഉത്തര മലബാറിലെ പ്രധാന നദിയായ വളപട്ടണം പുഴയുടെ അഴിമുഖത്താണ് അഴീക്കൽ തുറമുഖം. പ്ലൈവുഡ് വ്യവസായ കേന്ദ്രമായി ഇന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്ന തുറമുഖമാണ്. കണ്ണൂർ തുറമുഖം നാം നേരത്തെ ചർച്ച ചെയ്തതുപോലെ പുരാതന കാലത്ത് നൗറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് കണ്ണൂർ തുറമുഖം. കോലത്തിരിമാരുടെയും അറക്കൽ ബീവിമാരുടെയും ഭരണകേന്ദ്രമായിരുന്നു ഈ കണ്ണൂർ അല്ലെങ്കിൽ കണ്ണൂർ തുറമുഖം. പോർച്ചുഗീസുകാരുടെ പ്രസിദ്ധമായ സെയിൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൻ്റെ തുറമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി മരക്കന്മാരുടെ ധീരമായ ചരിത്രം പറയുന്ന ഈ കോട്ടയ്ക്കകത്ത് സിഗ്നലുകൾ പ്രകാശിപ്പിക്കുന്ന കൊടിമരം ഉണ്ടായിരുന്നു. പിന്നീട് അത് നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലാതായി. തലശ്ശേരി തുറമുഖത്തിൻ്റെ കാര്യം ഉത്തര മലബാറിലെ പ്രധാന തുറമുഖമായി അറിയപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലും സമുദ്ര സംരക്ഷണ കാര്യങ്ങളിലും ഇംഗ്ലീഷുകാർ തലശ്ശേരി തുറമുഖത്തെയാണ് ആശ്രയിച്ചിരുന്നത്. മറ്റ് പ്രധാന ചില തുറമുഖങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് നിലവിലുള്ള ചില തുറമുഖങ്ങൾ: വടകര തുറമുഖം, പന്തലായനി തുറമുഖം, ഏലത്തൂർ തുറമുഖം, ബേപ്പൂർ, പൊന്നാനി, ചേറ്റുവായ്, മനമ്പം, മനക്കോടം, പുറക്കാട്, നീണ്ടകര, അഞ്ചുതെങ്ങ്, തിരുവനന്തപുരം, കോവളം, വിഴിഞ്ഞം, കുളച്ചൽ തുടങ്ങിയ തുറമുഖങ്ങൾ ഇന്നും നിലനിൽക്കുന്നവയാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ പ്രാചീനമായ തുറമുഖങ്ങൾ ഏതൊക്കെ, പ്രാചീനമായ തുറമുഖങ്ങളുടെ പ്രത്യേകത എന്താണ്, അവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായും മുസിരിസിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ കേരളത്തിൻ്റെ പ്രാചീനമായ തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നു. പിന്നീട് കൊല്ലം തുറമുഖം, കോഴിക്കോട് തുറമുഖം, കൊച്ചി തുറമുഖം എന്നിവ പരാമർശിക്കണം. ആലപ്പുഴ തുറമുഖവും കാസർഗോഡ് തുറമുഖവും അടുത്തതായി വരുന്നു. കണ്ണൂർ തുറമുഖം കുറച്ചുകൂടി പഴക്കം ചെന്ന ഒന്നാണ്. കണ്ണൂർ തുറമുഖവും പ്രാചീന തുറമുഖങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു. മറ്റ് തുറമുഖങ്ങൾ, ഈ ഒടുവിൽ പറഞ്ഞ തുറമുഖങ്ങൾ, അവയെല്ലാം ആധുനിക കാലത്ത് രൂപപ്പെട്ടവയാണ്. എങ്കിലും അവയും കേരള സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. കേരള സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ തുറമുഖങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ വരുന്നു. അതിനുള്ള ഉത്തരവും വരുന്നു. കേരള സംസ്കാരം മിശ്രിതമായ ഒരു സംസ്കാരമായത്, കേരള സംസ്കാരം സങ്കലിതമായ ഒരു സംസ്കാരമായത്, കേരള സംസ്കാരം വ്യാമിശ്രമായ പലതിൻ്റെയും സംലയനത്തിൻ്റെ ഒരു അത്തരത്തിലുള്ള പ്രത്യേകതയുള്ളതായി മാറിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഈ തുറമുഖങ്ങളിലൂടെ വന്നെത്തിയ വിദേശീയരുടെ സാംസ്കാരികമായ കൊള്ള കൊടുക്കലിൻ്റെ ഫലമായിട്ടാണ്. അത് കേരള സംസ്കാരത്തെ സംബന്ധിച്ച് വലിയ ഈടുവെപ്പാണ് കേരള സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ തുറമുഖങ്ങളെ കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ പ്രാചീനമായ തുറമുഖങ്ങളെക്കുറിച്ചും ആധുനിക കാലത്ത് രൂപപ്പെട്ട തുറമുഖങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്.